ഇത് മരിക്കാണോ വയസ്സ് നമ്മ ഉണ്ടാക്കിയ പ്രശ്നമാണ്. എന്താടോ ഇത് ഓടാ കുളവാ. സംഭവം എന്താന്ന് വെച്ചാല് 70 എയർപിൻ വേണ്ടിട്ടോ. നിങ്ങൾക്ക് ക്യാമറയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ. ഇവിടെ പ്രതീക്ഷിച്ചതൊന്നുമില്ല, ഒരു മൈരും കിട്ടിയില്ല അല്ലേ മൂഞ്ചി ഗായ്സ്. വല്ല പഴനിക്ക് പോണവരുണ്ട്. ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ നമ്മൾ പോകുന്നത് കൊള്ളി ഹിൽസിലോട്ടാണ് കേട്ടോ. നമ്മൾ ഇന്നലെ നൈറ്റ് ഏകദേശം ഒരു 9:30-10 മണി ആ ടൈമിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇനി നമുക്ക് ടോട്ടലി 280 കിലോമീറ്റർ സംതിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ളത് 100 കിലോമീറ്റർ 90 സംതിങ് കിലോമീറ്ററാണ് ഉള്ളത്. സംഭവം എന്താ വെച്ചാൽ വണ്ടിയൊക്കെ പണി തന്നിട്ടിരിക്കുകയാണ്. പെട്രോളിൽ വെള്ളം കലരുന്ന പോലത്തെ ഒരു ഫീല് ഫുള്ള് മിസ്സിങ് ആണ്. വണ്ടി എങ്ങനെയോ നമുക്കൊരു റൂം കിട്ടിയപ്പോൾ അവിടെ വന്നാണ് പോകാനുള്ള പ്ലാനാണ്. കണ്ടില്ലേ വണ്ടീൻ്റെ അവസ്ഥ നോക്കിയാൽ. സൂപ്പർ മഴ പറഞ്ഞാൽ സൂപ്പർ മഴ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ കയറിയേറി നോക്കി കേട്ടോ. ഇതാണ് ഞാൻ ആരും വെക്കേണ്ടതെന്ന് പറയുന്നത്. കണ്ടോ ഇങ്ങനെ നിൽക്കേണ്ട സാധനമാണ്. ഇത് പൊട്ടിയിട്ട് ഇങ്ങനെയായി. നമ്മൾ നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകണം. വണ്ടി സ്റ്റാർട്ടാവുമെന്ന് അറിയില്ല, നോക്കി നോക്കാം നമുക്ക്. സ്റ്റാർട്ടാവുമോയെന്നറിയില്ല. അമ്പോ എന്ത് ചെയ്യാതെ മിസ്സിങ് ആണ് നോക്കുക ഗൈസ്. കണ്ടോ ഇനി നമുക്ക് എക്സ്ട്രാ റിട്ടേൺ ആണ് 4 കിലോമീറ്റർ പോകേണ്ടത്. ഇപ്പോൾ അത് 3 കിലോമീറ്റർ ആയിട്ടോ. നമ്മൾ ഓൾറെഡി വർക്ക്ഷോപ്പിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് മൂപ്പനടുത്ത്. ഇപ്പോൾ വരുന്നുണ്ട്. അമ്മൻ വർക്ക്ഷോപ്പ് എവിടെ? അണ്ണൻ്റെ കട കാണാനില്ലേ? അതന്നെ കഴിഞ്ഞോണ്ടേ. ശരി പാക്കറ. ഓക്കെ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം അയച്ചിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. നമ്മുടെ അഡാപ്റ്റർ നമ്മുടെ ഒറിജിനൽ പോയിട്ട് നമ്മൾ പൾസറിൻ്റെ ഇട്ടുണ്ട് തന്നെ. ഇത് എന്ത് പറ്റിയെന്ന് അറിയില്ല, ഇങ്ങനെ ചൂടായിരിക്കും. അപ്പോൾ എർത്ത് വേറെ എവിടെയോ ഷോർട്ട് ആവുമായിരുന്നു. ഇപ്പോൾ നമ്മൾ അയച്ചു കണ്ടില്ലേ. പിന്നെ പ്ലഗിൻ്റെ ത്രെഡ് കണ്ടില്ലേ. ഇതാണ് അവസ്ഥ. ഇതോടെ കഴിഞ്ഞു ഗൈസ്. വേറെ പ്രശ്നമൊന്നുമില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ ഇത് കഴിഞ്ഞിട്ട്. അണ്ണാ ഓക്കെ അണ്ണാ. ശരിங்க അണ്ണാ, ரொம்ப നன்றി അണ്ണാ. ശരിங்க பார்க்கலாம். അപ്പോൾ അണ്ണനാണ് നമുക്ക് ടൂൾസൊക്കെ ഒന്ന് സഹായിച്ചത്. അപ്പോൾ ക്യാഷ് കൊടുത്തപ്പോൾ എണ്ണം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സ്ഥലപ്പേര് കറക്റ്റായിട്ട് അറിയില്ല. ഇല്ല എൻ്റെ ഊര് പേരെണ്ണ? പരമത്തി. പേർമൂർ പരമത്തി. ഉങ്ക പേര്? അരുൾ. നാമക്കല്ലേ? ശരിங்க അണ്ണാ, தேங்க்ஸுங்க அண்ணா. பாலக்காடு குழல்மந்தம்னு சொல்லும். குழல்மந்தம் ஹைவேல தான். ஆமாம். பாலக்காடு தாண்டி கொஞ்சம் தூரம் போகணும். ഓക്കെ ഉണ്ട്. ശരിங்க അണ്ണാ. ഇപ്പം എന്ത് സുഖം നോക്കി വണ്ടി. എൻ്റെ പൊന്നെ ഹൈവേയിലെത്തി ഗായ്സ്. വണ്ടി ഉണ്ടല്ലോ ഓടിക്കാൻ പക്കയായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സുഖം. എന്താണെന്നറിയില്ല, നല്ല സുഖം എന്ന് പറഞ്ഞാൽ നല്ല സുഖം. ഇനി കുറച്ച് ഹൈവേ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കൊരു 100 കിലോമീറ്റർ 100 ഉണ്ടാവില്ല. ഇനി ഏകദേശം ഒരു 90-80 ആ ഒരു റേഞ്ച് ഉണ്ടാവണം എന്തായാലും. നമ്മൾ നോക്കിയിട്ടില്ല. നമ്മൾ നേരെ കാരണം കുറേ ലോങ് തന്നെയാണ്. നമുക്ക് നേരെ ഒന്ന് ചായ കുടിച്ചിട്ട് അല്ലെങ്കിൽ ഒന്ന് കഴിച്ചിട്ട് രാവിലെ ഏകദേശം സമയം നോക്കിയാൽ 11 മണിയായി. എൻ്റെ അള്ളാ 11 മണിയായി. ഇനി ഫുഡ് കഴിച്ചും കൊണ്ട് ഒന്ന് പെട്രോള് ഒന്ന് ഫില്ലാക്കുവാണ്. ചാക്കടയാണ് കഴിച്ചപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ദോശ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സമയം 11 സംതിങ് ആയിട്ടുണ്ട്. കിലോമീറ്റർ അത്ര ഇല്ല. 67 സംതിങ് കിലോമീറ്റേഴ്സാണ് ഇനി ഉള്ളത് കേട്ടോ. നമ്മൾ വിചാരിച്ച അത്ര ഇല്ല. പിന്നെ മഴ നൈസായിട്ടുണ്ട്. ക്യാമറയിലൊക്കെ വെള്ളമാവും. മഴ നൈസായിട്ട് അത്യാവശ്യം നൈസായിട്ടുണ്ട്. ഇതെന്തത്? ഇത് മറ്റേ സാധനമല്ലേ, വിൻഡ് മില്ലിൻ്റെ. ഇത്ര നീളമുണ്ട് ഈ സാധനം. പൊന്നെ
ഗൈസ് നമ്മൾ ഏതോ ഒരു വഴിയെ വന്ന് വേണ്ട അയ്യോ വണ്ടിയെല്ലാം എടുക്കുകയും ചെയ്തു. ഏതോ ഒരു വഴിയെ വന്നിട്ട് പറ്റിക്കപ്പെട്ടു ഗൈസ്. ചളി പിടിച്ച് പോകണം. നല്ല റോഡുണ്ടായിട്ട് ഇതിൽ കൂടെ വരുന്നുണ്ട്. ഏതോ ഒരു വഴി കൂടെ കയറി അവസാനം ഫുള്ള് ചളി ബിളിയായി. മഴ സീനായിട്ടോ. എന്താ ഫോണിന് കവറ് കോപ്പറ ഫുള്ള് നനഞ്ഞുകൊണ്ടിരിക്കുക. കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടു. നല്ല മഴയുണ്ട്. കുറച്ച് നേരമായി മഴ പെയ്യാൻ തുടങ്ങിയിട്ട്. എന്ത് സൂപ്പർ റോഡാ. എന്താടാ ഇത്, റോഡാ കുളവാ? കുഴി ഉണ്ടെന്നറിയില്ല, അതാണേ. എന്തത് റോഡ്? അണ്ണം വീണെന്നെ. എന്തത്? പൊന്നടാവേ, ഏതോ ഒരു മലൻ്റെ മേലെ ഒരു അമ്പലം അല്ലേ? അതിൻ്റെ ഓപ്പോസിറ്റ് ഇതെവിടെ ഒരു അമ്പലം. പക്ഷെ തമിഴ്നാടിൻ്റെ ഒരു സ്റ്റൈല് കണ്ട ശാന്തിയായിട്ടുണ്ട് സ്ഥലം. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. പറഞ്ഞ പോലെ ഞാൻ ഇനിയും പെട്ടെന്ന് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. നല്ലോണം ലാഗായി, നമ്മുടെ ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ പെട്ടു. വീഡിയോൻ്റെ കാര്യം മറന്നു. വണ്ടിക്ക് പണിയായി, ക്യാമറ പണിയായി. കഴിഞ്ഞ പ്രാവശ്യം മൂന്നാർ പോയപ്പോൾ വെള്ളം നിന്നിട്ട് ക്യാമറ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം എനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ തരണം ചെയ്തിട്ടാണ് നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ പണിയും എല്ലാ പണിയും കൂടി ഒരു 10,000 അടുത്തൊക്കെ ഒരു 10,000 രൂപയൊക്കെ ചിലവായിട്ടുണ്ടാവും. പിന്നെയും നമുക്ക് നമ്മുടെ ചാനലൊന്ന് അടിപൊളിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതെടുത്ത് നോക്കാവുന്നതാണ്. ഓക്കെ ഗൈസ്, നമ്മൾ ആ വയനാടിൻ്റെ പ്രശ്നം കാരണമാണ് നമ്മൾ മാക്സിമം പോകാണ്ടായത്. ഞാൻ പിറ്റേ ദിവസം പോകാണ്ടിരിക്കുമ്പോഴായിരുന്നു രാവിലെ എണീച്ച് നോക്കിയപ്പോൾ വയനാട് അവിടെ ഉരുൾപൊട്ടി. പിന്നെ അതിന് ശേഷം നമ്മൾ എങ്ങോട്ടും പോയിട്ടില്ല. കാരണം ഒരു പേടി വന്നു ഗൈസ്. പിന്നെ ഓരോരുത്തരവിടെ മരിച്ച് കിടക്കുമ്പോൾ അല്ലെങ്കിൽ മരണത്തോട് മണ്ണടിച്ച് കിടക്കുമ്പോൾ നമ്മളെ ട്രിപ്പ് പോകുന്നത് ശരിയല്ലല്ലോ എന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ പോകാണ്ടിരുന്നത് കേട്ടോ. ഇനിയൊക്കെ മാക്സിമം സെറ്റ് ചെയ്യുക, കാരണം മാക്സിമം എല്ലാം ഒഴിവായല്ലോ. പക്ഷേ അപ്പോൾ നമ്മൾ പെട്രോൾ ഒന്നും കൂടി ഫില്ലാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ 50 നിന്നാണ് അടിച്ചത്. ഇനി നമുക്ക് 40 കിലോമീറ്റർ സംതിങ് ഉള്ളൂ കേട്ടോ. ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം നോക്കി, ശരിക്കും സമയം എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനമാണ് ഇതാ 12:19 ആയിട്ടുള്ളൂ കേട്ടോ. ഞാൻ അപ്പോഴേ 2 മണിയെന്നാണ് പറഞ്ഞത്. എന്ത് പോയത്തിലാണ് പറഞ്ഞത് എനിക്ക് അറിയില്ല. കാരണം നമ്മൾ എണീച്ച് വർക്ക്ഷോപ്പിലൊക്കെ പോയി ലേറ്റ് ആയല്ലോ. ഇപ്പോഴല്ലേ ഫുഡ് കഴിച്ചേ. ഞാൻ ലേറ്റ് ആയിട്ടുണ്ടാവും വിചാരിച്ചു. നോക്കുമ്പോൾ ഇപ്പോൾ ശരിക്കും നോക്കുമ്പോൾ 12:19 സംതിങ് ആയിട്ടുള്ളൂ. അപ്പോൾ കുഴപ്പമില്ല. ഇനി നമുക്കൊരു ഇവിടുന്ന് ഒരു 1.5 മണിക്കൂറിൻ്റെ യാത്ര ഉണ്ടാവുള്ളൂ. പെട്രോളൊന്നും കൂടി ഫില്ലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഫില്ലാക്കാൻ ഏകദേശം 270 രൂപേൻ്റെ അടുത്ത് വന്നു. പിന്നെ നമുക്ക് ചിലപ്പോൾ ഇനി മേലിന് താഴെ ഇറങ്ങണ വരെ പെട്രോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും അല്ല. ഓട്ടെ, ഞാൻ മാപ്പ് നോക്കണല്ലോ. എനിക്കത് ക്യാമറ ഓണാക്കാൻ സമയം ലേറ്റായി. പക്ഷെ എന്ത് ജാതി സീൻ ലുക്കായിരുന്നു അറിയോ മയില്. എൻ്റെ പൊന്ന് ഏതൊക്കെ നോക്കിയൊക്കെ ഭഗവാനെ. നോക്ക് എൻ്റെ പൊന്നടെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലുക്ക് നോക്കിക്കോട്ടോ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും ഉണ്ട്. സീനല്ലേ കൈസ്, നോക്കിയേ എൻ്റെ മോനെ. സൂപ്പർ. എൻ്റെ പൊന്നെ വലിയ മലയുണ്ടോ, നല്ല വലിയ മല കാണുന്നു. റൈറ്റ് ആയിരിക്കും. നമ്മൾ വന്നതല്ല മെയിൻ റോഡ്. ഇതാണ് മെയിൻ റോഡ്. എൻട്രൻസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ബാക്കി അറിയില്ല. ഇനി കൊള്ളിമല കൊല്ലിങ്ങാണ്ടിമല. വണ്ടി നിർത്തിനായിട്ട് ഫോട്ടോ എടുക്കുക. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറി ഗൈസ്.
ഇനി ചെക്ക് പോസ്റ്റൊക്കെ എവിടെയാണോ? എൻ്റെ മോനെ ഇവിടെ കയറിയതുള്ള വൈബ് പറയാം കേട്ടോ. ഇപ്പോൾ പോലീസുകാരെന്തെങ്കിലും സീനാക്കുമെന്നറിയില്ല സൈലൻസറിന്. പേരെന്തെങ്കിലും എഴുതി കൊടുക്കേണ്ടി വരും. പോവാനാ പറഞ്ഞ? എന്താ പറഞ്ഞു മൂപ്പര്? പോവാനാ പറഞ്ഞു. എഴുതി കൊടുക്കണ്ടാവും കേട്ടോ ഇവിടെ. പോവാൻ പറഞ്ഞ മാതിരി തോന്നി. കൊള്ളി ഹിൽസ് വേറെ കൊലയാളി മല എന്നോ സംതിങ് എന്തോ ഒരു പേരുണ്ട്. ഏതോ ഒരു തിരുവിൽ എന്തൊക്കെയോ ആക്സിഡൻറ്റ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. നമ്മൾക്ക് കറക്റ്റായിട്ട് അറിയില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നില്ല. നമ്മൾ പറയുന്നത് തെറ്റായിരിക്കാം. അത് നിങ്ങൾ 100 ആളുടെ അടുത്ത് പറയും, അവർ 1000 ആളുടെ അടുത്ത് പറയും, ഒരു 10,000 ആളുടെ അടുത്ത് പറയും. അതാണ് അതിൻ്റെ ഒരു ഹെയർപിൻ പെന്ന്. മൂന്നാമത്തെ 70 ഹെയർപിൻ പെന്നുണ്ടോ? എൻ്റെ ദൈവമേ, 70 അല്ല. നമ്മൾ 40 സംതിങ്ങും 50 കയറിയിട്ടുണ്ട്. 70 കുറച്ചും കൂടി കൂടിയില്ല. എൻ്റെ ഭവാനി, അടുത്തടുത്തായാൽ മതി. ഇവിടുത്തെ വ്യൂ അടിപൊളിയുണ്ട് കേട്ടോ. നോക്കിയേ, ഫുൾ ഏരിയ കാണാൻ പറ്റും. കണ്ടില്ലേ, അവിടെ എല്ലാ ഭാഗങ്ങളും കാണണ്ടേ. നമ്മൾ ഓൾമോസ്റ്റ് നല്ല മേലെ എത്തിയിട്ടുണ്ട്. ഇനിയും പോവാനുണ്ട്. അപ്പം നമ്മൾ കോട്ടൊക്കെ ഊരി ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പം മഴ പെയ്യുന്നതായി. അതാണ് നമ്മുടെ അവസ്ഥ. ഞാൻ എന്തുകൊണ്ടാണ് ബെൻഡൊക്കെ വരുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് വൈഡായിട്ട് തന്നെ തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കയറ്റവും കൂടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി അത്യാവശ്യം ഹൈറ്റും ഉണ്ട്. എങ്ങനെയും ചെരിഞ്ഞാൽ കൂടി നമ്മൾ പെട്ടെന്ന് തന്നെ കയറിയിട്ട് എങ്ങനെയും ചെരിഞ്ഞാൽ കൂടി നമുക്ക് കാല് വെച്ചാലൊന്നും കിട്ടില്ല. ഇങ്ങനെ പെട്ടെന്ന് ചെരിഞ്ഞതിനെ കാല് വെച്ചാൽ കിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് കുറച്ച് വൈഡായിട്ട് കയറണം കേട്ടോ. നമ്മുടെ വണ്ടി അത്ര ഹൈറ്റുള്ളതുകൊണ്ട്. നല്ല ഹൈറ്റ് ഉണ്ട്. നോർമൽ എൻഡോർക്കിനെയും വെച്ചിട്ടുള്ള 2 വണ്ടിയും കൂടി വെച്ച് തന്നെയല്ലേ അറിയുള്ളൂ. ഇത് നോക്കി കഴിഞ്ഞാൽ 40ാമത്തെ വെൻ്റ് ആയിട്ടാ. സോ എല്ലാം പെട്ടെന്നാണ് വെൻ്റുകളൊക്കെ കയറിപ്പോകുന്നത്. കണ്ടില്ലേ കുരങ്ങന്മാർ? അയ്യോ, റോഡിലൊക്കെ ഫുഡ് ഇട്ട് കൊടുത്തിങ്ങനെ. റോഡിൻ്റെ സെൻറ്ററിലൊക്കെ ഫുഡ് ഇട്ട് കൊടുത്തിങ്ങനെയുണ്ടോ? ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ചിലപ്പോൾ ഒരു ബസ്സോ ലോറിയൊക്കെ അങ്ങോട്ട് വരുമ്പോൾ അവർക്കൊന്നും കാണില്ല, ഡയറക്റ്റ് കയറും. അവരാണെങ്കിൽ കറക്റ്റ് അതിൻ്റെ ഇടയിലും പെടും. ഫുഡ് ഇട്ട് കൊടുക്കുന്നവരാണെങ്കിൽ മാക്സിമം കൊടുക്കാണ്ടിരിക്കുക. അവർക്ക് ഉള്ളതൊക്കെ അവർക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും. നമ്മൾ ഇട്ട് കൊടുക്കുന്നതിൽ തന്നെയാണ് വേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ വരിക. നമ്മൾ ഇട്ട് കൊടുക്കാൻ കൂടി ഒരു സൈഡിൽ ഇട്ട് കൊടുത്താൽ അവരവിടെ നിന്ന് കഴിച്ചോളൂ. ഇത് റോഡിൻ്റെ സെൻറ്ററിൽ ഇടുമ്പോൾ അവിടെ നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ വല്ല വണ്ടിയൊക്കെ വന്ന് തട്ടിക്കഴിഞ്ഞാൽ കുരങ്ങും ഇതാവും, അതുപോലെ തന്നെ തട്ടുന്നവനും പ്രശ്നമാവും. മനസ്സിലായില്ലേ? കോട ഭയങ്കര സീനായിട്ടുണ്ട് കേട്ടോ. ഫോഗ് ലൈറ്റ് ഇട്ടില്ലെങ്കിൽ കാണില്ല. കുറച്ചൊരു മുമ്പുള്ളൊരു ബെൻഡ് വന്നപ്പോൾ നല്ല കോട വന്നു, ഭയങ്കര കോടയായിട്ടുണ്ട്. കാണുമ്പോൾ നല്ല വെയിൽ പോലെയുണ്ട്, പക്ഷെ നല്ല തണുപ്പുണ്ട്. തണുപ്പൊക്കെ അടിപൊളിയായിട്ടുണ്ട്. കൈയൊക്കെ ഒരുമാതിരി മരവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അറുപത്തി 65ാമത്തെ എയർപിൻ ബെൻഡായിട്ട് ഗൈസ്. എൻ്റെ പൊന്നെ, സീനായിട്ടുണ്ട്. നോക്കിയേ എൻ്റെ ആളിയോ. ഓ
മുന്നാതെ കപ്പിൾസാ ഇവിടെ കളി. അപ്പോൾ കോടയല്ലേ പോണ്. എൻ്റെ അളിയ സീനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 70 എയർപിൻ ബെൻഡും കഴിഞ്ഞിട്ടുണ്ട്. ഇനി എക്സ്ട്രാ 50 എണ്ണം. എന്താല്ലേ എയർപിൻ ബെൻഡ് എങ്ങനെയുണ്ട്? ഊപ്പർ അങ്ങനെയോ? ഊപ്പറായിട്ടുണ്ട്. എന്താ ചളി നോക്കിയേ, ചളി വരാണ്ടിരിക്കാൻ വേണ്ടി കെട്ടിയാണത്. പിന്നെ അടുത്തത് സൂപ്പർ, നേരെ പോവാന് കൊള്ളിയിൽ ചെത്തി ഗായ്സ്. അങ്ങനെ ഗായ്സ് 70 എയർപിൻ ബെൻഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇതെന്താ HD ഹൈ റോഡ് എന്നായിരിക്കുമോ? എന്താ HD ഗായ്സ്? മഴയുണ്ടോ? മഴയില്ലെങ്കിലും വെയിലില്ലെങ്കിലും നമുക്ക് കോടയുണ്ട് ഗായ്സ്. ചെവിയൊക്കെ അടഞ്ഞു പോയിട്ടോ. ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണ്. മഴയുണ്ട് കേട്ടോ. മഴ മൂഞ്ചിക്കോ അളിയ? എന്തത് സീനാണല്ലോ. ഇനിയാണ് അടുത്തത്. ഇനിയും ഏകദേശം അത്യാവശ്യം കിലോമീറ്റേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് 10-22 കിലോമീറ്റേഴ്സ് കൊള്ളിക്കുന്നുണ്ടോ എന്തോടെ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നല്ല തണുക്കുന്നുണ്ട് കേട്ടോ. ഗ്ലൗസ് ഇടാൻ മറന്നുപോയി. ഇത് സ്ഥലം ടൊമ്പോ സീനാണ്ട് കാഴ്ച. എന്താണ് കാഴ്ച? എൻ്റെ പൊന്നിടാവേ ഡാളിയാ, എന്താണ് ഈ വൈബ് നോക്കൂ. കുറേ കാലത്തിന് ശേഷം ഒരു ട്രിപ്പ് പോകുമ്പോൾ ഉണ്ടല്ലോ ഒരു വൈബ് നോക്കി. എൻ്റെ പൊന്നിടാവേ ഒന്നും കാണില്ല. എൻ്റെ ദൈവമേ. ഓക്കെ, നിങ്ങൾക്ക് ക്യാമറയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ ഇവിടെ. എൻ്റെ പൊന്നേ അടിപൊളി, നല്ല തണുപ്പുണ്ട്. അല്ലോ ലൈറ്റ് ഇട്ടില്ലെങ്കിൽ കാണില്ല കേട്ടോ. മുന്നാതെ എൻ്റെ മോനെ കാട് നോക്കിയ ഫുള്ള് എൻ്റെ ഉള്ളിൽ കോട കണ്ടില്ല. അടിപൊളിയാണ്. കൊള്ളി ഹിൽസ് എത്തിയാ ഇല്ലയാവോ? എവിടേക്കാണ്? വാട്ടർഫാളോ? ഓ വാട്ടർഫാൾ നേരെ 9 കിലോമീറ്ററാണ് നമുക്കുള്ളത്. തട്ടേനത് സാധനം പോണുണ്ട് ഗൈസ്. മിസ്സിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. ഫ്രണ്ട് വരയ്ക്ക് ചെറിയ സീനുണ്ട്.
സ്റ്റെം ഹൈറ്റ് കൂട്ടിയതുകൊണ്ട് ബ്രേക്കൊന്ന് ഫെയിലിയർ ആയിട്ടുണ്ട് കേട്ടോ. സ്റ്റെം ഹൈറ്റ് കൂട്ടുന്ന പരിപാടി കുറച്ച് പണി കിട്ടി. കാരണം നല്ല ഹൈറ്റ് കൂടിയുകൊണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ വണ്ടി ഹാൻഡിൽ റൈറ്റ് സൈഡിലേക്ക് തിരിയാണ്. നോക്കിക്കണേ, കണ്ടോ? അപ്പോൾ ഭയങ്കര റിസ്ക് ആയിട്ടുള്ളതാണ്. ബ്രേക്ക് പിടിക്കുക അങ്ങനെ യൂസ് ചെയ്യുന്നില്ല ഞാൻ. സൂര്യകാന്തി പോവാണ് കേട്ടോ. ഇവിടെ ഒന്നും കാണുന്നില്ല, ഇടയിലിടയിൽ സൂര്യകാന്തി ചെടി കാണുന്നുണ്ട്. അമ്പോ പേടിച്ചു മയിര്. ഷേ, ആ കോഴിക്കുട്ടി വന്നപ്പോൾ പാമ്പ് എന്താ അരിച്ചു വരികയാണ് കൊണ്ട് പേടിച്ചു. മയിര് ഇറച്ചി മയിലുകൾ വന്ന് കയറും. വാട്ടർഫാൾസ് വെള്ളം കുറവാണ്, നമുക്കധികം പോവാം. എത്ര? 30 രൂപ പറഞ്ഞപ്പോഴേ 10 രൂപ. അപ്പോൾ ഒരാൾക്ക് 30? 90? ഇവരിവിടെ മാത്രം വാട്ടർഫാളിന് എഴുതി വെച്ചിട്ടില്ലേ? തമിഴിൽ എഴുതി വെച്ചിട്ട് കാണണ്ടേ? ആണ് അതിലേറെ ഒരു ഇത്. പിന്നെ നമ്മുടെ മറ്റവർ എവിടെയാണാവോ? നമ്മുടെ ടീം മേലെ കാണുന്നതാണ് വാട്ടർഫാൾസ്. ഇതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ടൈല് RX-ൻ്റെ ഷീറ്റ് സ്പെൻഡർ, ഇത് ഹാൻഡിൽ അതിൻ്റെയാണാവോ? മിക്സ്ഡ് വണ്ടിയാണ്. മൽഗാട് CD ഉണ്ടോ? അതിൻ്റെ 2 വണ്ടി ഉണ്ട് തോന്നുന്നു. ആൾക്ക് മാറ്റി മാറ്റി ഇട്ട് കളിക്കുകയാണ്. നല്ല തണുപ്പ് വേറെ ഉണ്ടായിരുന്നു വരുമ്പോൾ. ഫുള്ള് തണുപ്പ്. ചെരുപ്പൊന്നും മാറ്റിക്കൂടാ ഇവിടെ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. കണ്ട, ഇതാണ് നമ്മുടെ അവസ്ഥ. 5 പൈസയില്ല കൈസ്. കണ്ടില്ലേ? 5 പൈസയില്ല. കണ്ട, 5 പൈസയില്ല കൈസ്. എന്താ ഇതെന്താ? അവിടെ ആട്ടി വിടണു നോക്ക്. ധൈര്യന്മാര് കറങ്ങി അടിച്ച് താഴെ വീണു നോക്കിയ സുണ്ണിയാവും. കാണുമ്പോ ഇത് നമുക്ക് മേലെന്നുള്ള വ്യൂ ആണ് ഗൈസ്, ഈ വ്യൂ. പിന്നെ അങ്ങനെയല്ല, പിന്നെ കളിയാക്കല്ല, ഒരുമാതിരി ഇതില്ലാത്ത പോലെ. നമുക്ക് വീഡിയോ ഇടുമ്പോൾ അവിടെ ലേഡീസൊക്കെ ഉണ്ട്, പിന്നെ അവൻ്റെയൊക്കെ വീഡിയോ ഇട്ടാനും ബുദ്ധിമുട്ടാവും. നമുക്ക് പോവാം. പ്രതീക്ഷിച്ചതൊന്നുമില്ല, ഒരു മൈരും കിട്ടിയില്ല അല്ലേ മൂഞ്ചി ഗായ്സ്. അപ്പോൾ അങ്ങനെ വന്നിട്ട് മൂഞ്ചാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങുക. നമ്മൾ ആദ്യം ഇറങ്ങുമ്പോൾ അടി കൂടിയിട്ടാണ് ഇറങ്ങിയത്. പിന്നെ വഴി തെറ്റിപ്പോയി, 2 ടീമും കൂടി. ഒരു ടീം 2 ടീമായി. പിന്നെ വണ്ടി കംപ്ലൈൻ്റ് ആയി. 2 ടീമായവർ 2 ആൾ 2 സൈഡ് റൂം എടുത്തു. മൊത്തത്തിൽ മൂഞ്ചി. നമുക്കിനി നേരെ വണ്ടീൻ്റെ അടുത്തേക്ക് പോകാൻ നല്ലത്. ഇന്നലെ തൊട്ട് മൂഞ്ചാൻ തുടങ്ങിയാണ് ഗൈസ്. ഇന്നും മൂഞ്ചി. നമ്മൾ കാണാമെന്ന് വെച്ച വാട്ടർഫാൾസ്, ഒരു വാട്ടർഫാൾസ് ഉണ്ട് വലുത്, 1200 അടിയൊക്കെ വരുന്നത്. ഇല്ല, 1200 സ്റ്റെപ്പ് ഇറങ്ങി താഴത്തേക്ക് പോകണം. 1300 സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് മേലേക്ക് വരണം. അങ്ങനെയുള്ള ഇപ്പോൾ 4:30 അടച്ചു എന്ന് പറഞ്ഞു. 4:30 3:30 ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ 3:30 ആയിട്ടുണ്ട് സമയം. അതാണ് അവസ്ഥ. ഓക്കെ, അപ്പോൾ നമ്മൾ പോലീസുകാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ
ഇന്ന് ഡയറക്റ്റ് നമ്മൾ പോകാൻ വേണ്ടി പോവാണ്. നമുക്ക് നേരെ പോയിട്ട് നൈസായിട്ട് ഫുഡൊക്കെ എവിടെയെങ്കിലും അടിക്കുകയോ അല്ലെങ്കിൽ ചായ എന്തെങ്കിലും കുടിച്ചിട്ട് അങ്ങനെ നമുക്ക് ഇറങ്ങാം. ജാക്കറ്റൊക്കെ വേണമെങ്കിൽ മാറ്റിയിട്ട് കോട്ടൊക്കെ ഇട്ടിട്ടേ അങ്ങനെ ഡയറക്റ്റായിട്ട് ഇറങ്ങിയിട്ട് ഇപ്പോൾ നേരെ വിടലായിരിക്കും ബെറ്റർ ഓപ്ഷൻ. വെറുതെ നിന്നിട്ട് കാര്യമില്ല, കാരണം ഉള്ള കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ബാഡായി. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഫുള്ള് പ്ലാൻ ചെയ്തിട്ട് മാത്രം വരിക. പ്ലാൻ ചെയ്യാണ്ട് ഒന്നും നടക്കില്ല ഇവിടെ. കാരണം നമ്മൾ ഇവിടുത്തെ ഇത്ര കിലോമീറ്റർ 5 കിലോമീറ്റർ പോകുമ്പോൾ നമ്മൾ 5-10 മിനിറ്റിൽ എത്തുന്നൊന്നും വിചാരിച്ച് നടക്കില്ല. അത് മോശം റോഡുമാണ്, ചില സമയത്ത് തിരക്കും ഉണ്ടെങ്കിൽ അത് പണിയുമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തിട്ട് വരിക, അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. നമുക്ക് നേരെ ജംഗ്ഷനിൽ പോയിട്ട് ഒരു ചായ നിങ്ങൾക്ക് അടിക്കാൻ നല്ലത്. നല്ല റിട്ടേൺ അടിക്കുകയാണ്. ഏകദേശം 250-207 കിലോമീറ്ററോളം ഉണ്ട്. ബ്രെഡ് ഓംപ്ലേറ്റ് ഒന്നും ഇല്ല ഇവിടെ, അതാണ് സീൻ. എവിടെയും ചായ പിടിക്കാൻ നൈസായിട്ട് നിർത്തിയിട്ട് നമുക്ക് എല്ലാം അങ്ങനെ ഇറങ്ങാം. ഇപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമേ നടന്നില്ല. നമ്മുടെ ട്രിപ്പും ഇതൊക്കെ ഒരുമാതിരി ബാഡായമാതിരി ഫീൽ ചെയ്ത് എനിക്ക്. ഇതും ആയിരിക്കാണോ ഗൈസ്, നമ്മൾ ചുരം ഇറങ്ങിയിട്ട് ഓൾമോസ്റ്റ്. നമ്മ ഉണ്ടാക്കിയ പ്രശ്നമാണ്. ആ വണ്ടി ഈ വണ്ടി ബന്ധമില്ല. അവരെന്തിനു നിർത്തി, ബാക്കിലുള്ളവരെന്തിനു നിർത്തി. നമുക്ക് പോവാം ഗൈസ്, നമ്മളുണ്ടാക്കിയ പ്രശ്നമാണ്. കാറുകാർ ഫ്രണ്ടിൽ ഓവർടേക്ക് ചെയ്തോട്ട് ബ്രേക്ക് കിട്ടിയതാണ്. നമ്മൾ അവർ അങ്ങനെ ഓവർടേക്ക് ചെയ്തിട്ട് അങ്ങനെ പോകുമ്പോൾ സൈഡിലേക്കാക്കി. ബാക്കിൽ നമ്മളുണ്ട്. ഞാൻ പോയി ചോദിച്ചു, അങ്ങനെ ബാക്കിലുള്ള ഏട്ടന്മാർ വന്നു. അപ്പം അവർ സീനായി, നമ്മൾ പോയി. അയ്യോ അതാണ് ഒരു കോമഡി. അവരവിടെ അടിയായി, അവർ സീനടിയായി. ഗോപ്രോ ക്യാമറേനെ ഓണായില്ല കാശ്. അപ്പോൾ നമ്മൾ അടിയിലെത്തിയിട്ടുണ്ട് കേട്ടോ സംഭവം. നമ്മുടെ കൂടെ വന്നവരോടിയും അവരവിടെ പോയി കാശ്. ഇത് തന്നെയല്ലേ, തന്നെ ആയിരിക്കും. ഒമ്പി ആണ് പോകുന്നത്. അവിടെ നിന്ന് ടീയും ചായ കുടിച്ചിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് നമ്മുടെ വ്ളോഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഭയങ്കര മോശമായതൊക്കെ ആയിരുന്നു, കാരണം വണ്ടിയും പണി കിട്ടി, അങ്ങനെ കുറേ കാര്യങ്ങളിലൂടെ. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടിപൊളി വീഡിയോ കൊണ്ടുവരുന്നതായിരിക്കും. നിങ്ങൾ വരാമെന്നുണ്ടെങ്കിൽ സോളോ മാക്സിമം വരാണ്ടിരിക്കുക, അതിനും കൂട്ടിയിട്ട് വരിക. കാരണം ലോങ് ആയതുകൊണ്ട് വല്ല പണിയൊക്കെ കിട്ടിയതിനാൽ പെടും. അതുകൊണ്ടാണ് പറയുന്നത് സോളോ മാക്സിമം വരാണ്ടിരിക്കുക. തന്നെ എല്ലാ സ്ഥലങ്ങളും നോക്കി വെച്ച് ഓക്കെ ആയി, അവിടെ നിന്ന് എല്ലാം തീരുമാനിച്ച് ഏതൊക്കെ സ്ഥലങ്ങളിൽ പോകണം എന്നുള്ളത് ഓക്കെ ആക്കിയിട്ട് മാത്രം ഇറങ്ങുക. അതൊന്നും ഇതാക്കുക. അത്രേനുള്ളത്. കറക്റ്റായിട്ട് വന്ന് പോയാൽ അത്യാവശ്യം നല്ല കിലോമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൂടെ ഞാൻ എൻഡ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് പ്രസ് ചെയ്ത് ഓൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ടാറ്റ ഗൈസ്, ടാറ്റ, സി യു, ബൈ ബൈ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ലവ് യു ആൾ. ഓക്കെ, താങ്ക് യു.